എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സ് വീഡിയോ ഒന്നുമില്ല. ഇന്ന് നമുക്ക് താരം മാറാനുള്ള രണ്ട് ചേരുവകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ തരയിൽ താരങ്ങളെ തുരത്താൻ നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അങ്ങനെ ഞാൻ എൻ്റെ മുടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് താരനുണ്ട് കേട്ടോ. ഞാൻ മാസത്തിൽ 2 മാസമൊക്കെ കൂടുമ്പോഴാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ കുറച്ചായി, ഒരു 6 മാസം അടുത്തായി ഞാനിത് ശ്രദ്ധിക്കാതെ വരുന്നത്. കാരണം നമുക്കിത് പൂർണ്ണമായിട്ട് നമ്മുടെ താരനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ടൈം എടുത്ത് മാസത്തിൽ ഒരു മാസം കൂടുമ്പോഴൊക്കെ ചെയ്യുമ്പോഴേ മാറുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ തലയിലുണ്ടായിരുന്നത്. നല്ല കണക്കുണ്ടായിരുന്നു. നമ്മൾ ചെയ്യേണ്ടത് ഒരു ചീപ്പെടുത്ത് ചീകിയിട്ട് ഓരോ സൈഡിൽ നിന്ന് വകഞ്ഞ് ചുരണ്ടി കൊടുക്കുക. ആ ചീപ്പിൻ്റെ എൻഡ് ഭാഗം വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരണ്ടി താരനെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഹാർഡായിട്ട് ചുരണ്ടരുത്, നൈസായിട്ട്. ഇത് കുഞ്ഞുങ്ങളിലും ചെയ്യാൻ കേട്ടോ. ഞാൻ എൻ്റെ മോളുടെ തലയ്ക്ക് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. ഒക്കെ കുഴപ്പമൊന്നുമില്ല. അവളുടേത് മൊത്തം ക്ലിയറായി, മൊത്തം പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. രണ്ട് ചേരുവ, വെളിച്ചെണ്ണയും കൊച്ചുള്ളിയും മാത്രം മതി. അപ്പോൾ ദേ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം കൊച്ചുള്ളി നമ്മളെടുക്കുന്ന വെളിച്ചെണ്ണയുടെ അളവ്. അപ്പോൾ എനിക്ക് ഇച്ചിരി മുടിയുള്ളൂ, കുറച്ച് മുടിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുക്കുന്നുണ്ട്. 916 വെളിച്ചെണ്ണയാണ്. ഞാൻ അങ്ങനെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാറില്ല എൻ്റെ തലയ്ക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. നല്ലപോലെ അരച്ചൊരു മിൽക്ക് പരുവത്തിൽ വരും, അതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതുകൊണ്ട് അരച്ചിട്ട് വരാം. അരച്ച് കിട്ടിക്കഴിഞ്ഞത് ഇങ്ങനെയാണ് കിട്ടിയത്. അതൊരു അരിപ്പ ഉപയോഗിച്ച് നല്ലപോലെ അരിച്ചെടുക്കുക. അരിപ്പ ഉപയോഗിച്ച് നല്ലപോലെ അരിച്ചെടുക്കണം. എൻ്റെ മോളുടെ തലയിലും ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഇതേപോലെ ഇത് തന്നെ ചെയ്താണ് മാറ്റിയത്. പൂർണ്ണമായിട്ട് മാറാനൊന്നും പറ്റില്ല, പക്ഷേ എങ്കിലും ഒരു 2 മാസത്തേക്കൊന്നും തല ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നല്ലപോലെ അരിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കുക. ചെറുതായിട്ടൊന്ന് പെട്ടെന്നൊന്ന് ചൂടായി വരും. ഇച്ചിരി ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. ആ എണ്ണ പൊട്ടിത്തെറിക്കുന്ന പോലെ അതൊക്കെ ഒന്ന് വലിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു കോട്ടൺ ഉപയോഗിച്ച്, കോട്ടണോ തുണിയോ അല്ലെങ്കിൽ നമ്മുടെ കൈയാണെങ്കിലും മതിയാവും. ആ കൈയാണെങ്കിലും ഒന്ന് ഇളക്കി, ചൂടുണ്ടാവും കേട്ടോ, വലിയ ചൂടല്ല, നേരി ചൂടിൽ മുടി ഇങ്ങനെ വകഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് എല്ലായിടത്തും എത്തണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്കള്ള് മുഴുവനായിട്ടും നേരെ ചൂടിൽ ഈ കോട്ടണിൽ മുക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ വാഷ് ചെയ്യുക. ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ, സോപ്പ് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ. ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കഴുകി ക്ലീൻ ആക്കുക. അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. കുളിച്ച് കഴിഞ്ഞ ഉടനെ നമ്മളൊന്ന് എഴുതിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചുരണ്ടി നോക്കാം. സ്കള്ള് ഡ്രൈ ആയതിനു ശേഷം അന്നേരം നിങ്ങൾക്കൊന്ന് ചുറ്റി നോക്കാം. ഒരെണ്ണം പോലും കാണില്ല മക്കളെ. ഇനി 1-1.5 മാസത്തേക്ക് ഇവരാരും നോക്കണ്ട. വേരോടെ മാറ്റാൻ പറ്റില്ലടാ, നമുക്ക് ആർക്കും ഏത് മരുന്ന് ഉപയോഗിച്ചാലും പറ്റില്ല. ഇനി ഇടയ്ക്ക് നിലക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യമുള്ള ശല്യങ്ങൾ കുറഞ്ഞു കിട്ടും കേട്ടോ. കുറേ അങ്ങനെ പോയി. ഞാൻ അതിന് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ തലയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. വീഡിയോ എടുത്തിട്ട് നിൽക്കുകയാണേ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ഹോം റെമഡീസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം ഒന്നും നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല, എങ്കിലും നമുക്ക് നോക്കാം. അതിന് വേണ്ടി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.